ക്രിസ്തുയേശുവിലേവർക്കും സ്നേഹവന്ദനം. 1 കൊരിന്ത്യർ 9:14 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അതുപോലെ കർത്താവും സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. ദൈവാലയ കർമ്മങ്ങൾ നടത്തുന്നവർ ദൈവാലയം കൊണ്ട് ഉപജീവിക്കുന്നു എന്നും യാഗപീഠത്വങ്കിൽ ശുശ്രൂഷ ചെയ്യുന്നവർ യാഗപീഠത്തിലെ വഴിപാടുകളിൽ ഓഹരിക്കാർ ആകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് 13-ാം വാക്യത്തിൽ പറയുന്നു. സഭാ ശുശ്രൂഷകന്മാർക്കും മറ്റ് സുവിശേഷ വേലക്കാർക്കുമുള്ള ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് സഭയ്ക്ക് ഉത്തരവാദിത്വമുണ്ട്. അതവരുടെ അർഹതയും അവകാശവുമാണ്. പഴയ നിയമത്തിൽ ദേവാലയ കർമ്മങ്ങൾ നടത്തുന്ന ലേവ്യർക്ക് ഉപജീവനം ലഭിച്ചിരുന്നത് ജനങ്ങൾ കൊണ്ടുവരുന്ന വഴിപാടുകളിൽ നിന്നും ദശാംശങ്ങളിൽ നിന്നുമാണ്. അതുപോലെ യാഗപീഠത്തിൽ അർപ്പിക്കുന്ന യാഗവസ്തുക്കളുടെ ഒരു നിശ്ചിത ഓഹരി ദൈവകൽപ്പന പ്രകാരം പുരോഹിതന്മാർക്കും കുടുംബത്തിനുമായി നൽകിയിരുന്നു. ദൈവവേലയ്ക്കായി വേർതിരിക്കപ്പെട്ടവർ അവരുടെ ഭൗതിക ആവശ്യങ്ങൾക്കായി അലയേണ്ടതില്ല. യേശു തന്റെ ശിഷ്യന്മാരെ സുവിശേഷത്തിനായി അയച്ചപ്പോൾ വ്യക്തമായ കൽപ്പന നൽകി. വേലക്കാരൻ തന്റെ ആഹാരത്തിന് അല്ലെങ്കിൽ കൂലിക്ക് യോഗ്യരായി എണ്ണണം. പൗലോസ് ചോദിക്കുന്നത്, ആടുകളെ മേയിക്കുന്നവൻ അവയുടെ പാൽ കുടിക്കാതിരിക്കുമോ? യേശുക്രിസ്തു പഠിപ്പിച്ചത് വേലക്കാരൻ തന്റെ ആഹാരത്തിന് യോഗ്യനാണെന്നാണ്. വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനെന്ന് ലൂക്കോസ് സുവിശേഷം 10:7 നാം വായിക്കുന്നു. ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു കർഷകൻ വിത്ത് വിതച്ച ശേഷം വിളവുണ്ടാകുമ്പോൾ നന്മ അനുഭവിക്കുന്നത് പോലെ ആത്മീയ ശുശ്രൂഷകൻ ദൈവവചനം പഠിപ്പിച്ച് സഭയെ പരിപാലിച്ച് ആത്മീയ വഴികാട്ടിയായിരിക്കുന്നു. അവരുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് സഭ ഉത്തരവാദിത്വം വഹിക്കണം. എന്നാൽ അനേകർ ഇന്ന് ഇത് പണസമ്പാദന മാർഗമായി കാണുന്നു എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം. ശുശ്രൂഷകരുടെ യഥാർത്ഥ ആവശ്യങ്ങൾ സഭ നിറവേറ്റുമ്പോൾ തന്നെ ശുശ്രൂഷയെ പണം സമ്പാദിക്കുവാനുള്ള മാർഗമായി കാണരുത്. ശുശ്രൂഷകരെ സഹായിക്കുവാനും കർത്താവിൻ്റെ വേലയെ പിന്തുണയ്ക്കുവാനും അങ്ങനെ സുവിശേഷ വേല വർദ്ധിക്കുവാനുമായി ഒരുവന്റെ ധനം ഉപയോഗപ്പെടുമാറാകട്ടെ. ഈ വചനങ്ങളെ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കും. God bless us all.